നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 91ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതുമായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നത്. ഒരു തവണയല്ല, ഒരു 5-6 തവണ. ചെല്ലുമ്പോഴൊന്നും അദ്ദേഹത്തെ കാണാൻ കഴിയാറില്ല. യാത്രയിലും പലയിടങ്ങളിലായിട്ടുള്ള പോക്കുമൊക്കെയാണ്. അങ്ങനെ പലതവണ ചെന്ന ശേഷവും കാണാതായപ്പോൾ എൻ്റെ ഒരു കവിതാ സമാഹാരവുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുത്ത് പറഞ്ഞു, ഇത് സാർ വരുമ്പോൾ കൊടുക്കണം. അതിനൊരു കവറിങ് ലെറ്ററും ഒക്കെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ ഏൽപ്പിച്ചത്. അതിനുശേഷം വീണ്ടും 4-ാമത്തെയോ 5-ാമത്തെയോ 6-ാമത്തെ തവണയാണ് അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ. രാവിലെ ഒരു 10 മണിയോട് അടുപ്പിച്ചിരിക്കും. അദ്ദേഹം മുണ്ടും തോളിലൊരു തോർത്തുമിട്ട് ചാരുകസേരയിൽ അങ്ങനെ ഇരിക്കുന്നു. വാതിൽ തുറന്ന് വന്നപ്പോൾ, നമസ്കാരം സാർ, ശരവൺ മഹേശ്വറാണ്. വരൂ, കയറിയിരിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട്ടൊന്ന് പോയിട്ട് ഒരു ഷർട്ട് എടുത്തിട്ട് മടങ്ങി വന്നു. നിങ്ങളാണല്ലേ ഈ കവിതാ സമാഹാരം ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയത്? ഞാൻ അതെ സാർ. അല്പനേരം ഇങ്ങനെ ആലോചിച്ചു. ഒരുപാട് തവണ ഇവിടെ വന്നു അല്ലേ? ഞാൻ അതെ സാർ. ഞാൻ യാത്രയിലായിരുന്നു. പല പല കുടുംബകാര്യങ്ങളും പല പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് യാത്രയിലായിരുന്നു. ഞാൻ കുഴപ്പമില്ല സാർ. നിങ്ങളുടെ കവിതാ സമാഹാരത്തിന് ആമുഖം എഴുതണമെന്നല്ലേ ഇതിലെഴുതിയിരിക്കുന്നത്? ഞാൻ അതെ സാർ. അല്പനേരം ആലോചിച്ചൊന്ന് ചിരിച്ചിട്ട് പൊതിഞ്ഞു വച്ചിരിക്കുന്ന ആ പൊതുക്കെട്ട് വീണ്ടും നിവർത്തി കൈയെഴുത്ത് പ്രതിയിലൂടെ കണ്ണോടിച്ചു. അതിനുശേഷം ആ കൈയെഴുത്ത് പ്രതി അവിടെ വെച്ചു. അവിടെ വെച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്തുവരെ പഠിച്ചു? വേറെ ജോലിയുണ്ടോ? എഴുത്ത് മാത്രമേ ഉള്ളൂ? ഈ സാഹിത്യം കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ തുടരെ വളരെ വിനയത്തോടുകൂടിയുള്ള ചോദ്യം. അതിനനുസരിച്ചുള്ള ഉത്തരങ്ങളും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതിനൊരു ആമുഖം എഴുതാൻ എന്നെ തിരഞ്ഞെടുത്തത്? ഞാനതിന് വ്യക്തമായൊരു മറുപടി പറഞ്ഞു. അറിവുള്ളവർ അവരെക്കാൾ ഉപരി അറിവുള്ളവരെ കണ്ട് തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് 2 വാക്ക് കുറിക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ്. അത് നല്ലതോ ചീത്തതോ എന്നുള്ളതല്ല വിഷയം. നമ്മുടെ സൃഷ്ടിയെ അവർ പഠിച്ചിരിക്കുന്നു. നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് അവർ ചിന്തിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ രൂപീകൃതമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി തരുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന അംഗീകാരവും അതോടൊപ്പം തന്നെ നമ്മുടെ എഴുത്തിന് അത് പ്രയോജനകരമാകും എന്നതാണ് എൻ്റെ വിവക്ഷ.
അപ്പോൾ എന്നെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് 2-3 മിനിറ്റ് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഇതുവരെ എത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 3-4 പ്രസിദ്ധീകരിച്ചു. അതിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വല്ലതും ഉണ്ടോ? അത് എൻ്റെ ഉള്ളിൽ എന്നെ വല്ലാതെ ചൊടിപ്പിച്ചു. ഞാനതിന് മറുപടി പറഞ്ഞില്ല. ഞാനൊന്ന് ചിരിച്ചു. സാർ പറയുന്നതിൽ വിഷമം തോന്നരുത്. ഈ സാഹിത്യം എന്ന് പറയുന്നത് ബിസിനസ് അല്ലല്ലോ. നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് എഴുതണമെന്ന് തോന്നുന്നു, അപ്പോൾ നമ്മൾ എഴുതുന്നു. നമ്മുടെ ചിന്തയിൽ അത് ശരിയാണെന്ന് കരുതുന്നു. അതുകൊണ്ടാണല്ലോ എഴുതുന്നത്. അപ്പോൾ എഴുതി ധനമുണ്ടാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ചാരുകസയിൽ ചാരിക്കിടന്ന് അവിടെ നിന്നും എഴുന്നേറ്റിരുന്ന് താടിക്ക് കൈ കൊടുത്ത് എന്നെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്നിൽ നിന്നുള്ളൊരു പ്രതികരണം മോശമാണെങ്കിൽ എന്താവും ശരവൺ ചിന്തിക്കുക? സാർ, അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി വേണമെന്ന് സാറിന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാൻ പറയാം. പറയൂ, ഞാൻ കേൾക്കട്ടെ. നമ്മൾ ഒരു പാതയിലൂടെ നടന്നു പോകുന്നു. അവസാനിക്കാത്ത യാത്രയാണ്. നടന്ന് ഏറെ ദൂരം ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയൊരു പുഴ ഒഴുകുന്നു, അല്ലെങ്കിൽ നദി ഒഴുകുന്നു. അക്കരെ കടക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ നടത്ത. ആ പ്രതീക്ഷയിൽ അവിടെ അങ്ങോട്ട് ചെന്നെത്തിക്കാൻ വള്ളവുമില്ല, വെള്ളക്കാരനുമില്ല. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കുറേ നേരം കാത്തിരിക്കും. ആരെങ്കിലും വരുന്നുണ്ടോ? അതുവഴി കടന്നു പോകാൻ വേറെ ആൾക്കാരുണ്ടോ? പാതയോരത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്. ചിലപ്പോൾ വൈകുന്നേരം വരെ ഇരുന്നാൽ ആരെയും കാണില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യും? തിരിച്ചു നടക്കും. ഉടുത്തിരുന്ന വസ്ത്രവും ഇതും എല്ലാം ഊരി തലയിൽ പിടിച്ച് നീന്താൻ കഴിയില്ലല്ലോ. അത് നീന്തൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെ നേരിടാൻ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നടക്കാത്തതാണെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നടക്കും. അപ്പോഴും ആ ശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വഴി അല്ലെങ്കിൽ വേറെ വഴിയുണ്ടോ എന്നത്. അതുപോലെയാണ് ഞാൻ എൻ്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ച് കാണുന്നത്. എനിക്കറിയാമെന്ന് തോന്നുന്നു, ഞാൻ അത് കുത്തിക്കുറിക്കുന്നു. എൻ്റെ വിശ്വാസത്തിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് വളരെ ഗൗരവത്തിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഇതിന് ആമുഖം എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് ചിലവ. 1939 ജൂൺ 2 തിരുവല്ലയിലെ ഇരിഞ്ഞോലിയിൽ ജനനം. കോഴിക്കോട്, കൊല്ലം, പട്ടാമ്പി, തലശ്ശേരി ബ്രണ്ണൻ കോളേജ് തുടങ്ങി വിവിധ ഇടങ്ങളിൽ അധ്യാപക വൃത്തി നോക്കി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും വകുപ്പ് അധ്യക്ഷനായാണ് വിരമിക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ഗീതം, പ്രണയഗീതങ്ങൾ, ഭൂമിഗീതങ്ങൾ തുടങ്ങി നിരവധി കൃതികൾ പ്രസിദ്ധീകരിച്ചു. പത്മശ്രീ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, നിരവധി അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 2021 ഫെബ്രുവരി 25 81 വയസ്സിൽ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാമായണാദി കാവ്യങ്ങളും മറ്റും കൂടുതൽ അപഗ്രഥിച്ച് പഠിക്കുക. അങ്ങനെ കുറേ ഉപദേശങ്ങൾ പറഞ്ഞു.
കൂടാതെ ഞാൻ അഥവാ നമ്മൾ തമ്മിൽ നേരിൽ കണ്ടില്ലെങ്കിലോ എന്ന് കരുതി അദ്ദേഹം അതിലൊരു കത്തും വെച്ചിരുന്നു. ആ കത്ത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്, ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ്, തലശ്ശേരി. വിഷ്ണുനാരായണൻ നമ്പൂതിരി. ശ്രീമാൻ, വീട്ടിൽ ഏൽപ്പിച്ചു പോയ പുസ്തകവും കയ്യെഴുത്ത് പ്രതിയും കത്തും വായിച്ചു. താങ്കളുടെ സ്ഥിരോത്സാഹത്തെയും വാസനയെയും ഒക്കെ ഞാൻ വിലമതിക്കുന്നു. പക്ഷേ ഗ്രന്ഥപരിശ്രമം തീരെ പോരാ എന്ന് തുറന്നു പറയുന്നതിൽ മുഷിയരുതെന്ന അപേക്ഷ. ഗദ്യവും കവിതയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം താളം അഥവാ ആന്തരസംഗീതം ആണല്ലോ. ഈ വിഷയത്തിൽ താങ്കളുടെ രചനകൾ ഇനിയും വളരെ ദൂരം പോകാനുണ്ട്. രാമായണാദി പഴയ കാവ്യങ്ങൾ, ആശാൻ, വള്ളത്തോൾ തുടങ്ങിയ ക്ലാസിക്കുകൾ, ഇടശ്ശേരിയെയും വൈലോപ്പള്ളിയെയും പോലുള്ള പുതിയ കവികൾ, ഇവരെയെല്ലാം മനസ്സിരുത്തി വായിച്ച് അവരുടെ രചനയിൽ നിന്ന് കവിതാശില്പത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ നിഷ്കർഷിച്ച് വശമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രദ്ധ വച്ച് ശ്രമിക്കുന്ന പക്ഷം വാസനാസമ്പന്നനായ ഒരാൾക്ക് ഒന്നാം തരം കവിത രചിക്കാൻ കഴിയുമെന്നുള്ളതിന് നമ്മുടെ തലമുറയിൽ തന്നെ ദൃഷ്ടാന്തമുണ്ടല്ലോ. താങ്കൾക്ക് ഞാൻ ശ്രദ്ധാപൂർവമായ ദീർഘപരിശ്രമവും വിജയവും ആശംസിക്കുന്നു. നന്മ നേർന്നുകൊണ്ട് സ്വന്തം വിഷ്ണുനാരായണൻ. ഇതാണ് അദ്ദേഹം എനിക്ക് തരാൻ വേണ്ടി. നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വന്ന് പുസ്തകക്കെട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ വെച്ചിരുന്നൊരു കത്താണിത്. അദ്ദേഹത്തിന് മുൻപിൽ വെച്ച് തന്നെ ഞാനത് വായിച്ചു. പറഞ്ഞതെല്ലാം നല്ലതാണ്, ഉപദേശവും നല്ലതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കിതാണ്: ഒരു കുഞ്ഞ് ജനിച്ച് വളരുമ്പോൾ 100 തവണ വീഴും. ആ വീഴ്ചയെ കൈപിടിക്കാൻ അമ്മയോ അച്ഛനോ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന ആ വീട്ടിൽ ഒരുപാട് പേര് കാണും. അതിൻ്റെ ഓരോ വീഴ്ചയും വളർച്ചയുടെ പടവുകളാണ്. സ്വന്തം കുഞ്ഞ് സ്വന്തം ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഒന്ന് ഛർദ്ദിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മളത് കഴുകിക്കളഞ്ഞ് നമ്മുടെ കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. അല്ലാണ്ട് ഛർദ്ദിൽ വീണു എന്ന് കരുതിയിട്ട് കുഞ്ഞിനെ എടുത്ത് ദൂരെ എറിയില്ലല്ലോ. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊന്ന് ചുവന്ന് തൊടുത്തു. ഞാൻ പലവട്ടം അങ്ങയെ കാണാൻ വന്നത് അങ്ങയുടെ ഒരു കുറിപ്പ് എൻ്റെ സൃഷ്ടിയിൽ ചേർക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. വളർച്ചയുടെ പടവിൽ, വളർച്ചയുടെ പോക്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. പക്ഷേ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ എഴുതിയൊരു സൃഷ്ടി അങ്ങയുടെ ഒരു കുറിപ്പോ ഒരു ആമുഖമോ ചേർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടാവുക. അത് നല്ലതോ ചീത്തതോ ആവട്ടെ. ഉപദേശങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് വായിക്കൂ, ഇത് വായിക്കൂ, അത് വായിച്ച് ഹൃദയസ്ഥമാക്കൂ. എഴുത്തുകാരൻ്റെ മനോമുകുരത്തിൽ രൂപപ്പെടുന്ന ഒന്ന് അത് എഴുതി വരുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് നിബന്ധനയൊന്നുമില്ല. എല്ലാവരും നല്ലതാണെന്ന് പറയണമെന്ന് നമ്മൾ ശഠിച്ചാൽ അതിന് ഫലം ഒന്നുമില്ല. എന്നതുപോലെ എഴുതി തുടങ്ങുന്നവനും വളരുന്നവനും ഒരു പ്രോത്സാഹനം ഉണ്ടാകുമ്പോൾ അവൻ കൂടുതൽ എഴുതാൻ കഴിയും. ഇതിൽ കൂടുതലൊന്നും സാർ എനിക്ക് അങ്ങയോട് പറയാനില്ല. എന്തായാലും ഈ കത്ത് എൻ്റെ ഈ സൃഷ്ടിയിൽ ഞാൻ ചേർക്കില്ല. അത് എനിക്ക് വിഷമമേ ഉണ്ടാക്കൂ. കാരണം എൻ്റെ സൃഷ്ടിയെ പറ്റിയിട്ട് അതിലൊന്നും പറഞ്ഞിട്ടില്ല. അത് പഠിക്കൂ, ഇത് പഠിക്കൂ,
ഇനിയും കാലം നീണ്ടു നിവർന്ന് കിടക്കുന്നില്ലേ എന്നൊക്കെ പറയാം. പക്ഷേ പ്രോത്സാഹനം എന്നത്, അല്ലെങ്കിൽ ഒരു കുറിപ്പ് ഇതിൽ ചേർത്തതുകൊണ്ട് മലയാള സാഹിത്യത്തിനോ സാഹിത്യം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കുറവും വരില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സാർ, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു തുടുത്തു. എന്താ ശരവൺ, വളരെ വിറയിലാർന്ന്, എന്താ ശരവൺ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഫാക്റ്റ് ആൻഡ് ട്രൂത്താണ് പറഞ്ഞത്. അങ്ങയെ കാണാൻ 5-6 തവണ ഞാനിവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇങ്ങനൊരു മറുപടിയല്ല പ്രതീക്ഷിച്ചത്. ഞാൻ ഈ പ്രപഞ്ചത്തോളം വളർന്ന ഒരു എഴുത്തുകാരനൊന്നുമല്ല. വെച്ച് തുടങ്ങുന്ന, എഴുതി തുടങ്ങുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ച്യുതികളും അപച്യുതികളും എല്ലാം ഉണ്ടാവാം. പക്ഷെ അവരെ എഴുതുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിന് ആമുഖം എഴുതിയത് ജ്ഞാനപീഠ ജേതാവായ ശ്രീ തകഴിയാണ്. അദ്ദേഹം എൻ്റെ പുസ്തകത്തിന് 4 വരി എഴുതിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്കോ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിനോ അദ്ദേഹത്തിൻ്റെ മുൻപോട്ടുള്ള പോക്കിനോ ഒരു കുറവും വന്നില്ല. പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നീങ്ങിയതേയുള്ളൂ. അപ്പോൾ ആര് എങ്ങനെ എഴുതുന്നു എന്നുള്ളതിലല്ല വിഷയം. നമ്മൾ ഒരാളെ സമീപിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടിക്ക് ഏത് തരത്തിലായാലും, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെഴുതിയാലും ഞാൻ അതേപടി ചേർക്കും. കാരണം ആരെഴുതിയാലും എങ്ങനെ എഴുതിയാലും വായനക്കാരന് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലാണ് ആ സൃഷ്ടിയുടെ വിജയം. പിന്നെ എന്തുകൊണ്ട് ഇത് ചേർക്കുന്നു എന്ന് ചോദിച്ചാൽ, എഴുതുന്ന ആളിൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് അറിയാൻ കഴിയും. ശരിക്കും സാർ, എനിക്ക് വിഷമമുണ്ട് എൻ്റെ സൃഷ്ടിക്ക് ഒരു കുറിപ്പ് എഴുതിത്തരാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് തുറന്നു വെച്ച കവിതാ സമാഹാരവും എന്നോടൊപ്പം ആ കത്തിപ്പോഴും എൻ്റെ ഫയലിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. ഞാൻ മടക്കി തൊടുകൈയോടെ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, എൻ്റെ മനസ്സിൻ്റെ തോന്നലുകൾ സാറിനോട് പറഞ്ഞു എന്ന് മാത്രം. സാറൊരു അധ്യാപകനല്ലേ, അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മനോവ്യാപാരം അല്ല മാനസികാവസ്ഥ സാറിന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. മനസ്സുകൊണ്ട് തന്നെ അനുഗ്രഹിക്കണം, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ പുസ്തകക്കെട്ട് മടക്കി സഞ്ചിയിൽ തിരികെ ഇറങ്ങി നടക്കുമ്പോൾ കവിഹൃദയമായതുകൊണ്ടാണോ മാനസികാവസ്ഥ ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, ഞാൻ ശരിക്കും കരഞ്ഞുപോയി. ചിലപ്പം മനസ്സിൻ്റെ വിതുമ്പലായിരിക്കാം. ഞാൻ തിരിഞ്ഞു പോലും നോക്കിയില്ല, അദ്ദേഹം അവിടെ നിൽപ്പുണ്ടോ കയറി പോയോ എന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. പക്ഷെ ഒന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്, കാലം എന്നുണ്ട്. ആ കാലമാണ് വിധിക്കുന്നത്, നീ ഒരു എഴുത്തുകാരനാണോ നീ ഒരു എഴുത്തുകാരനല്ലയോ എന്നത്. 56ഓളം സൃഷ്ടികൾ എഴുതി, 26ഓളം സൃഷ്ടികൾ പ്രസിദ്ധപ്പെടുത്തി. ലോകത്തിൻ്റെ ഏതെല്ലാം കോണിലുള്ളവർ വായിക്കുന്നു, വായിച്ച് നല്ലത് പറയുന്നു, വായിച്ച് ചീത്ത പറയുന്നു. പക്ഷെ അപ്പോഴെല്ലാം എഴുത്തുകാരൻ എന്ന നിലയിൽ ഓർമ്മിക്കപ്പെടുകയാണ്. മഹത്വമൊന്നും അവകാശപ്പെടാനില്ല, എങ്കിലും ഭാവി തലമുറ അവരുടെ മനോമുകുരത്തിൽ എങ്ങനെയൊക്കെയാണ് ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു സൃഷ്ടി വിലയിരുത്തപ്പെടുക എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനൊന്നും കഴിയില്ല. നമ്മുടെ പാതയിലൂടെ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു വിഷമം, ആ ഒരു കണ്ണുനീർ കണങ്ങൾ പൊഴിഞ്ഞു വീണപ്പോൾ ഇതൊക്കെ എന്തിനാണ് എഴുതുന്നത് എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു അത്.
എങ്കിലും അദ്ദേഹത്തോട് ഒരു വെറുപ്പും വിദ്വേഷവും എനിക്ക് തോന്നിയില്ല എന്നതാണ് പരമാർത്ഥം. ആ വലിയ കവിക്ക്, ആ വലിയ എഴുത്തുകാരന് കാലത്തിൻ്റെ ഒഴുക്കിലൂടെ കടന്നുപോയെങ്കിലും ആ വലിയ എഴുത്തുകാരനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോഴും അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ, 100%. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.